ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അധികം അങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടുമില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇത് വാഴയുടെ കൂമ്പിൻ്റെ പോള അടർത്തി എടുത്തിട്ട് നമ്മൾ, അതായത് കട്ടിയുള്ള പോള കളഞ്ഞിട്ട് വാഴക്കൂമ്പിൻ്റെ കട്ടി കുറഞ്ഞ പോള എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചത്, അതായത് ഏകദേശം നമ്മൾ കണവ തോരൻ വെക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. കട്ടി കുറഞ്ഞ പോള വേണം നമ്മൾ ഇതിനായിട്ട് അരിയേണ്ടത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ കണവ എങ്ങനെയാണോ തോരൻ വെക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതും തോരൻ വെക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഈ തോരൻ വെക്കാൻ ആവശ്യമായിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി ചെറിയ ഉള്ളി, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ അരയ്ക്കാൻ തോരത്തിന് നമ്മൾ തേങ്ങ അരയ്ക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ തോരത്തിനായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ച പോള ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ആദ്യം കിടന്ന് വെള്ളം വറ്റിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അത് കോരി മാറ്റി വയ്ക്കാം. അതേ ചട്ടിയിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം മാത്രമേ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോള ഇതിലേക്ക് ചേർക്കാം. കൂടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി തോരൻ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. പിന്നെ സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടെ ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അതിൻ്റെ മസാലയൊക്കെ ഓക്കെയാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പോള എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കട്ടി കുറച്ച്, അതായത് ഇത്തുകൂടെ നൈസായിട്ടായിരുന്നെങ്കിൽ ഒത്തുകൂടെയും ഒരു ഇത് തോന്നൂലായിരുന്നു. പക്ഷേ നമുക്കിത് തോരൻ ഈ പോള ഇങ്ങനെ ചവയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് വരുമല്ലോ, അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി മസാലയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്താണ് വയ്ക്കുമ്പോൾ ഞാനൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് നോക്കിയിട്ട് വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.